വ്യത്യസ്ത സമരമുറകളിലൂടെ ഒട്ടേറെ കാര്യങ്ങളിൽ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്ന ഷംസുദ്ദീൻ ഇരിങ്ങാട്ടിരിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ വേറിട്ട ഒരു ഒറ്റയാൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നിലമ്പൂർ കരുവാരക്കുണ്ട് മേഖലയിലേക്ക് KSRTC ബസ് സർവീസ് ഉണ്ടായിരുന്നു. കളക്ഷൻ കുറവാണെന്ന കാരണം നിരത്തി ആ സർവീസുകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചു. നൂറുകണക്കിന് യാത്രക്കാർ, വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന ബസ്സുകളാണ് വെട്ടിക്കുറച്ചത്. അതിനെതിരെ ഒരൊറ്റയാൾ സമരവുമായി രംഗത്തിറക്കിയിരിക്കുകയാണ് നമ്മുടെ ഷംസുദ്ദീൻ ഇരിങ്ങാട്ടിരി. ഒട്ടേറെ സമരമുഖങ്ങളിൽ ഒറ്റയാൾ സമരരംഗത്തുള്ള ആളാണ്. ഇപ്പോൾ ഈ സമരം കൊണ്ട് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി നിരാഹാര സമരം മരണം വരെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ അധികൃതരെ ഇക്കാര്യം അറിയിച്ചോ? ഇത് പെരിന്തൽമണ്ണ ഡിപ്പോയിൽ ഒരു 10 പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ചീഫിനും ഞാൻ നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു അനുകൂലമായ ഒരു മറുപടി അല്ലാത്തത് കാരണം ഞാൻ ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. അല്ല, ഈ സമരം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ സ്റ്റേഷൻ ഓഫീസറെ മറ്റുള്ളവരെ അറിയിച്ചോ? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു പരിഹാരം കാണണമെന്ന് അറിയിച്ചോ നിങ്ങൾ? അതെ, അറിയിച്ചിട്ടുണ്ട്. ഫോൺ മുഖേന തന്നെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികളെ. ഞാനിങ്ങനെ വിഷമമുണ്ട്, അങ്ങനെ നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ബസ്സുകൾ പുനഃസ്ഥാപിക്കണമെന്ന് വിനയപൂർവ്വം നിരവധി തവണ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഫോൺ മുഖാന്തരം അറിയിച്ചെന്ന് പറയണം. നിങ്ങൾ നിവേദനം രൂപത്തിൽ പരാതിയായിട്ട് ഇവിടെ ട്രാൻസ്പോർട്ട് ഇവിടുത്തെ KSRTC സ്റ്റേഷൻ ഓഫീസർക്കോ മറ്റോ കൊടുത്തിട്ടുണ്ടോ? പരാതി ഞാൻ മന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. അത് പോസ്റ്റ് വഴിയാണ് അയച്ചിട്ടുള്ളത്. അത് പരാതി അവിടെ മന്ത്രിയുടെ എത്തിയോ എന്നല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ ജനകീയ വിഷയമാണല്ലോ, യാത്രക്കാരെ വിദ്യാർത്ഥികളടക്കമുള്ളവർക്കുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നിങ്ങളുടെ സമരം ഫലം കാണുമെന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുമെന്നോ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ എന്നതാണ് ചോദ്യം. ഇതിൽ എന്നെക്കാൾ ഉപരി മറ്റുള്ള എല്ലാ നാട്ടുകാരും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അവരുടെ കൂടെ ശ്രദ്ധ ആദ്യ പടി എന്ന നിലക്ക് കൊണ്ടുവരലാണ് എൻ്റെ ഉദ്ദേശം. ഇനി മറ്റുള്ള മുറകൾ എന്നെക്കാൾ കഴിവുള്ള, എന്നെക്കാൾ വലിയ പ്രാഗൽഭ്യമുള്ള ആളുകൾ എൻ്റെ മുന്നിലുണ്ടല്ലോ. അവർ ഈ സമരം ഏറ്റെടുക്കട്ടെ. അപ്പോൾ ഇത് പൂർണ്ണമായി വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെങ്കിൽ വേറെ സമരം, ഏതൊക്കെ തരത്തിലുള്ള സമരമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു നിരാഹാര സമരമാണ് ഉദ്ദേശിക്കുന്നത്. KSRTCക്ക് മുമ്പ് നിരാഹാര സമരത്തിലൂടെ അല്ലാതെ, അങ്ങനെയുള്ള സമരങ്ങളിലൂടെ അല്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? അത് അധികൃതരുടെ ഒന്നുകൂടി ബന്ധപ്പെട്ട് നോക്കട്ടെ. എന്നിട്ട് അവർ പരിഹരിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മറ്റു പരിപാടിയിലേക്ക് ഞാൻ നീങ്ങുന്നു. ഏകദേശം പല വേറിട്ട ഒറ്റയാൾ സമരങ്ങളിലൂടെ പല കാര്യങ്ങളിലും അധികൃതരുടെ മുന്നിലെത്തിക്കുന്ന ഷംസുദ്ദീൻ ഇരിങ്ങാട്ടിരി ഒരു യാത്രക്കാരുടെ, നാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നത്തിൽ ഇടപെട്ടാണ് ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരവുമായി പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെത്തിയിട്ടുള്ളത്. അധികാരികൾ ഇക്കാര്യത്തിൽ മന്ത്രിക്ക് അദ്ദേഹം പരാതി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അധികാരികൾ ഇതൊക്കെ പരിഹരിക്കേണ്ട വിഷയമാണ്. കാരണം നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു റൂട്ടിൽ, നിലമ്പൂർ കരുവാരക്കുണ്ട് റൂട്ടിലെ KSRTC നേരത്തെ സർവീസ് ഉണ്ടായിരുന്നു. ആ സർവീസ് ഇപ്പോൾ യാത്രക്കാരില്ല എന്ന കാരണത്താലാണ് അവർ അത് വെട്ടിക്കുറച്ചിട്ടുള്ളത്. അത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. കളക്ഷൻ കുറവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും നിറയെ യാത്രക്കാരില്ലാതെ സർവീസ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യം എന്ന നിലയ്ക്ക്, പൊതുഗതാഗത സംവിധാനം എന്ന നിലയ്ക്ക് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് ഷംസുദ്ദീൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പരിഹാരമുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് കടക്കും. ഏതറ്റം വരെയും സമരമുറയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട്, നില 24 ലൈവ്. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.